ലോകത്ത് പല സംഘർഷങ്ങളും യുദ്ധങ്ങളും പൊടിപൊടിക്കുകയാണ്. അപ്പോഴും ഇതൊന്നും കണ്ടില്ലെന്നടിച്ച് മുന്നേറുന്ന ഒരു രാജ്യത്തെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. വേറെ ആരുമല്ല, കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയ തന്നെ. തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന കിമ്മിൻ്റെ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ പുതിയ ആണവ നയങ്ങളുമായി ഉത്തര കൊറിയ വീണ്ടും മുന്നോട്ടു പോവുകയാണ്. വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസിൽ വ്യക്തമായ ചില പ്രഖ്യാപനങ്ങൾ കൂടി കിം നടത്തുമെന്നാണ് വിവരം. ഉത്തര കൊറിയയുടെ അജയ്യമായ കരുത്ത് ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്യുന്ന പോർനിലമായി ഭരണകക്ഷി കോൺഗ്രസ് മാറിയേക്കും. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം കിം തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറിന്റെ പരീക്ഷണ വിക്ഷേപണം ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. ലോകത്തെ വിറപ്പിക്കാൻ പോകുന്ന മിസൈലുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. കേവലം ഒരു പരീക്ഷണമെന്ന് കരുതിയവർക്ക് പക്ഷേ തെറ്റി. തങ്ങളുടെ ആയുധപ്പുരകൾ എത്രത്തോളം സജ്ജമാണെന്ന് ലോകത്തിനുള്ള മുന്നറിയിപ്പായിരുന്നു അത്. അമേരിക്ക ദക്ഷിണ കൊറിയ സഖ്യത്തിന്റെ ശക്തമായ സൈനിക സാന്നിധ്യവും തുടർച്ചയായി നടക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളും ഈ പ്രഖ്യാപനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ആണവായുധങ്ങളെ രാജ്യത്തിന്റെ പരമാവധി പ്രതിരോധ ഉറപ്പായാണ് ഉത്തര കൊറിയൻ ഭരണകൂടം കാണുന്നത്. അതിനാൽ തന്നെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് നൽകപ്പെടുന്നത്. അതോടൊപ്പം മേഖലയിൽ മാത്രമല്ല, ആഗോളതലത്തിലും പുതിയ ആശങ്കകളും നയതന്ത്ര ചർച്ചകളും ശക്തമാകുമെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. കൊറിയൻ യുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ദീർഘകാല സഖ്യത്തിന്റെ ഭാഗമായി അമേരിക്ക ഇപ്പോഴും ദക്ഷിണ കൊറിയയിൽ 10,000-കണക്കിന് സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനികാഭ്യാസങ്ങളെ അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളായാണ് ഉത്തര കൊറിയ കാണുന്നത്. ഇത്തരം നീക്കത്തിൽ ശക്തമായ ഭാഷയിൽ ഉത്തര കൊറിയ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ചർച്ചകൾ മുന്നോട്ടു പോയില്ല. ഹനോയിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതോടെ ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം വീണ്ടും വഷളായി. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന പ്രാദേശിക ഉച്ചകോടിക്ക് മുന്നോടിയായി കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള പ്രതീക്ഷ ട്രംപ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കിമ്മിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണമുണ്ടായിട്ടില്ല. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് കിമ്മിൻ്റെ ഈ നീക്കങ്ങൾ. സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പും ഒപ്പം സമ്മർദ്ദവും സൃഷ്ടിക്കുക എന്നതാണ് കിമ്മിൻ്റെ പ്രധാന ലക്ഷ്യം. ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ പരീക്ഷണവും ആണവ നയ പ്രഖ്യാപനവും കൊറിയൻ ഉപദ്വീപിൽ മാത്രമല്ല, ആഗോളതലത്തിലെയും സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമെന്നതിൽ സംശയമില്ല.